Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechatronics. Today's topic is mathematical model of mechanical system. We are starting fifth module in this presentation. First of all, we must know what is mathematical model. It is a simplified representation of certain aspect of real system. അതായത് നമ്മളുടെ നോർമലായിട്ടുള്ള ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റം ആവാം, ഇലക്ട്രിക്കൽ സിസ്റ്റം ആവാം, ഹൈഡ്രോളിക് സിസ്റ്റം ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കമ്പോണൻസിനെ കറക്റ്റ് സ്പോട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാത്തമാറ്റിക്കൽ മോഡൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇക്വേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഡയഗ്രാംസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു അനാലിസിസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കമ്പോണൻറ്റും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് മാത്തമാറ്റിക്കൽ മോഡൽ ക്യാൻ ബി യൂസ്ഡ് ടു എനാബിൾ പ്രഡിക്ഷൻ ടു ബി മെയ്ഡ് ഓഫ് ബിഹേവിയർ ഓഫ് സിസ്റ്റം അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if we are considering an electrical circuit system that will be consist of resistor, inductor and capacitor, we can create a building block with the help of resistor, capacitor and inductor to get the final electrical system. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആദ്യം കമ്പോണൻസിൻ്റെ പൊസിഷൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ അകത്ത് വരുന്ന ഓവറോൾ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്, എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം ബിൽഡപ്പിന് പറയുന്ന പേരാണ് ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റം. നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. കാരണം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ടതാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡൈനാമിക്സ് ഓഫ് മെഷറിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൽ രണ്ട് വിധത്തിലുള്ള ബിൽഡിംഗ് ബ്ലോക്സാണ് ഉള്ളത്, അഥവാ രണ്ട് വിധത്തിലുള്ള സിസ്റ്റംസാണ് ഉള്ളത്. ഒന്ന് ട്രാൻസ്ലേഷൻ സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൊട്ടേഷണൽ സിസ്റ്റം. ആദ്യത്തെ ട്രാൻസ്ലേഷൻ സിസ്റ്റം നോക്കാം. ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ പൊതുവേ ഉണ്ടാവുക സ്പ്രിങ്, ഡാഷ്പോർട്ട് അല്ലെങ്കിൽ ഡാമ്പർ എന്ന് പറയുന്നതിന് പിന്നൊരു മാസുമാണ് ഉണ്ടാവുക. സ്പ്രിങ് മാസ് ഡാമ്പർ സിസ്റ്റമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതിനകത്ത് ആദ്യം വരുന്ന കമ്പോണൻറ്റ് സ്പ്രിങ് ആണ്. സ്പ്രിങ് എടുക്കുകയാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. സ്പ്രിങ് സ്റ്റിഫ്നെസ് നമ്മൾ കെ എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുക. അഥവാ കെ ഒരു കോൺസ്റ്റൻറ്റും കൂടിയാണ് സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിലേഷൻ F directly proportional to X or F is equal to K into X. നമ്മളെ ചിത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സ്റ്റാറ്റിക്കൽ ഒരു നോർമൽ സിറ്റുവേഷനാണ്. നോർമൽ സിറ്റുവേഷനിൽ ഇതിൻ്റെ അകത്ത് സ്പ്രിങ്ങിൽ ഒരു ലോഡും ഇല്ല. അതിനുശേഷം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്പ്രിങ് ഡിസ്പ്ലേസ് ആവും, അഥവാ എക്സ് ഡാറ്റ ഇൻക്രീസ് ആവും. അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എഫിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഉണ്ടാവും, അഥവാ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് വേർ കെ ഇസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. അതാണ് ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ബിൽഡിംഗ് ബ്ലോക്ക് റെപ്രസെൻറ്റേഷനും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന പാർട്ടാണ് ഡാഷ്പോർട്ട് അല്ലെങ്കിൽ ഡാമ്പർ എന്ന് പറയുന്നത്. അത് പൊതുവേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഒപ്പോസിഷനായിട്ട് ബോഡി റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ ഒരു സിലിണ്ടറും അതിൻ്റെ ഉള്ള ഒരു പിസ്റ്റണും കാണാൻ പറ്റും. അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും റെസിസ്റ്റൻസ് വരിക. പിന്നെ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഈ പിസ്റ്റൻ്റെ വെലോസിറ്റിക്ക് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വെലോസിറ്റി നമുക്ക് എഴുതാം. ഓർ ഫൈനലി വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി, വേർ സി ഈസ് ദ ഡാമ്പിങ് കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മളുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഫൈനലി എഫ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്നതാണ്. കാരണം എക്സ് എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റും ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റിയുമാണ്. അതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ ഓഫ് ഡാഷ്പോർട്ട് വരിക. ഇനി മാസ് എടുക്കാം. ഇനി മാസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഒരു ലംപ്ഡ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. മാസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുതൽ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മാസ് എന്നുള്ളത് ഇവിടെ നിന്നതാണ്,
അതിനകത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മാസ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി വിത്ത് ദ ഒരു ആക്സിലറേഷൻ ഓഫ് എ ആണ്. എന്നാൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എം ഇൻറ്റു എ ഇസിക്കൽ ടു എഫ്, അത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നമ്മൾ പഠിക്കുന്നതുമാണ്. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ആൻഡ് എഫ് ഇസിക്കൽ ടു എം എ ആൻഡ് എ ഇസ് ഡിഫറൻസ് ഒരു ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ആണ്, അഥവാ ഡി വി ബൈ ഡി ടി ആണ്. വി എന്നുള്ളത് ഓൾറെഡി ഡി എക്സ് ബൈ ഡി ടി ആണ് നമുക്കറിയാം. അതുകൊണ്ട് ഫൈനലി എ ഇസിക്കൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ഓർ എഫ് ഇസിക്കൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇത്രയാണ് നമ്മളെ നോർമൽ മെക്കാനിക്കൽ സിസ്റ്റത്തിലെ കമ്പോണൻസ് വരുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു റൊട്ടേഷണൽ സിസ്റ്റം കംപ്ലീറ്റ് ആക്കിയ ശേഷം സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. റൊട്ടേഷണൽ സിസ്റ്റത്തിലെ നോർമൽ കമ്പോണൻസ് സിമിലർ ടു ഇത് തന്നെയാണ്. സ്പ്രിങ്, ഡാഷ്പോർട്ട്, മാസ് തന്നെയാണ്. മെക്കാനിക്കൽ സിസ്റ്റം ട്രാൻസ്ലേഷൻ ആയാലും റൊട്ടേഷണൽ ആയാലും വരും. പക്ഷേ റൊട്ടേഷനിൽ വരുമ്പോൾ അതിൻ്റെ പേര് ചെറുങ്ങനെ മാറും. താഴെ നോക്കുക, ടോർഷണൽ സ്പ്രിങ്, റോട്ടറി ഡാമ്പർ ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മാസ് നമ്മൾ നേരത്തെ എടുത്തതിന് പകരം ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് ബേസിക്കായിട്ട് എടുക്കുന്നത്. ഡാമ്പർ റോട്ടറി ഡാമ്പറാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രിങ്ങും റോട്ടറി സ്പ്രിങ് ആണ്. അത് നമുക്ക് ഓരോന്നും ടോർഷണൽ സ്പ്രിങ് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ടോർഷണൽ സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നേരത്തെ നമ്മൾ എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എഫ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ടോർക്ക് എന്നുള്ളത് ടോർഷൻ ടെസ്റ്റ് നമ്മളെല്ലാവരും S3 മെക്കാനിക്കലിൻ്റെ ക്ലാസ് റൂമുകളിൽ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ ചെയ്തതാണ്. അന്നേരം ടോർഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ അല്ലെങ്കിൽ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി. അഥവാ ടിയും തീറ്റയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് അഥവാ സ്റ്റിഫ്നെസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാം. ടി സിക്കൽ ടു കെ ഇൻറ്റു തീറ്റ എന്ന് എടുക്കാം. ഇതാണ് ടോർഷണൽ സ്പ്രിങ്ങിൻ്റെ ബേസിക്. പിന്നെ വരുന്നതാണ് റോട്ടറി ഡാമ്പർ. റോട്ടറി ഡാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പിസ്റ്റണും സിലിണ്ടറും ആണെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷനാണ് വരിക. ഓപ്പോസിഷൻ ഫോഴ്സ് റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലാണ് ഉണ്ടാവുക. അഥവാ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ എന്നെടുക്കാം. നേരത്തെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി വി ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ ടോർഷൻ ആയതുകൊണ്ട് തന്നെ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ എന്നെടുക്കാം. അതിൻ്റെ കോൺസ്റ്റൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ സി അഥവാ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും. And already we have known that omega is angular velocity, which is equal to d theta by dt, or finally we can write t is equal to c into d theta by dt. Similarly നമുക്ക് അടുത്ത ടേം ആണ് moment of inertia, and moment of inertia also proportional to torque. അഥവാ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം ഈ ടോർക്ക് എന്ന് പറയുന്നത് ആൽഫയ്ക്ക് ഡിപ്പെൻഡൻ്റ് ആണ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ, ആൻഡ് it can be expressed as t is equal to I into alpha, and alpha is equal to d omega by dt. വെലോസിറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ വരിക. ആംഗുലാർ വെലോസിറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആംഗുലാർ ആക്സിലറേഷൻ വരിക. ഓർ ഫൈനലി നമുക്ക് എഴുതാം ആൽഫ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ, വെർ തീറ്റ ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഫൈനൽ ഇക്വേഷൻ വിൽ ബി ടി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഡോമിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ഒരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അഥവാ സ്പ്രിങ് എടുക്കുകയാണെങ്കിൽ അഥവാ ട്രാൻസ്ലേഷൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ സ്പ്രിങ് ഇക്വേഷൻ വിൽ ബി എഫ് ഇൻറ്റു എക്സ്. അതേപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഇക്വേഷൻ വിൽ ബി എഫ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, ആൻഡ് എം ഈസ് ഈക്വൽ ടു എഫ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇനി പവർ ഇക്വേഷൻസ് ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ തന്നെ എഴുതാൻ പറ്റും. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നിങ്ങൾ ഈ ഇക്വേഷൻസ് ബൈ ആയിട്ട് പഠിക്കുക. കാരണം പ്രോബ്ലം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനാണ് ഉണ്ടാവുക. സ്പ്രിങ് ആണെങ്കിൽ ഇ സിക്കൽ ടു ഹാഫ് എഫ് സ്ക്വയർ ബൈ കെ, ഡാഷ്ബോർഡ് ആണെങ്കിൽ പി സിക്കൽ ടു സി വി സ്ക്വയർ, ആൻഡ് മാസ് ആണെങ്കിൽ എനർജി ഇ സിക്കൽ ടു 1/2 എം വി സ്ക്വയർ. ഇനി അതേപോലെ തന്നെ റൊട്ടേഷണൽ ഇക്വേഷൻസ് ആണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ അകത്ത് ടി സിക്കൽ ടു കെ തീറ്റ, ടോർഷണൽ ഡാമ്പർ ആണെങ്കിൽ ടി സിക്കൽ ടു സി ഡി തീറ്റ ബൈ ഡി ടി, ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ ടി സിക്കൽ ടു ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ടി ടി സ്ക്വയർ. സിമിലർലി അതിൻ്റെ പവർ ഇക്വേഷൻസ് വിൽ ബി 1/2 ടി സ്ക്വയർ ബൈ കെ. നേരത്തെ എഫ് ആണെങ്കിൽ ഇവിടെ ടി ആയിരിക്കും, വേറെ വ്യത്യാസമൊന്നുമില്ല. പി സിക്കൽ ടു സി ഇൻറ്റു ഒമേഗ സ്ക്വയർ, ഇവിടെ വി ആണെങ്കിൽ ഇവിടെ ഒമേഗയാണ്. ആൻഡ് ഫൈനൽ ഇക്വേഷൻ ഇ സിക്കൽ ടു ഹാഫ് ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ. അവിടെ രണ്ടിൻ്റെയും ഇക്വേഷൻസിൽ എം വി എന്നുള്ളത് മാറിയിട്ട് ഐയും ഒമേഗയായി മാറുവാണ്. ഇത്രയാണ് ഇതിൻ്റെ ബേസായിട്ട് വരുന്നത്.
ഇനി നമുക്കൊരു മെക്കാനിക്സ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു മൂന്നും കൂടി കമ്പൈൻ ചെയ്യാണ്, സ്പ്രിങ്, മാസ് ആൻഡ് ഡാമ്പർ. ഇതെടുക്കുന്ന സമയത്ത് ഫോഴ്സ് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ നിന്ന് വലിക്കുന്നതാണെങ്കിൽ അഥവാ പുള്ള് ചെയ്യുന്നതാണെങ്കിൽ ദ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ് വിൽ ബി ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആസ് വെൽ ആസ് ഡാമ്പർ. രണ്ടിൻ്റെയും ഡാമ്പറിൻ്റെയും സ്പ്രിങ്ങിൻ്റെയും ഫോഴ്സ് ഇടത്തോട്ടും അപ്ലൈഡ് ഫോഴ്സ് വലത്തോട്ടാണ് ഉണ്ടാവുക. അത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പം മാസിൻ്റെ മോഷൻ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ മാസ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലോട്ടുള്ള പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലോട്ടുള്ള നെഗറ്റീവും എടുക്കുകയാണെങ്കിൽ എഫ് മൈനസ് സ്പ്രിങ് ഫോഴ്സ് എഫ് കെ മൈനസ് ഡാമ്പർ ഫോഴ്സ് എഫ് സി എന്ന് എഴുതാം. അതായത് സ്പ്രിങ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം കെ ഇൻറ്റു എക്സ് ആണ്, ഡാമ്പറിൻ്റെത് സി ഇൻറ്റു വി ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് വിൽ ബി എം ഈസ് ഈക്വൽ ടു എഫ് മൈനസ് കെ ഇൻറ്റു കെ എക്സ് മൈനസ് സി വി ആയിരിക്കും. പിന്നെ നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ മാസ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി ന്യൂട്ടൺസ് ലോ വെച്ച് കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എഴുതാം. അതായത് എം എ ഈസ് ഈക്വൽ ടു എഫ് മൈനസ് കെ എക്സ് മൈനസ് സി വി എന്നുള്ളതാണ് ഫൈനൽ ഇക്വേഷൻ കിട്ടുക. അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈഡ് ഫോഴ്സിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്, എഫിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. അന്നേരം ബാക്കി കെ എക്സും സി വിയും നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണം. ഓർ എഫ് ഈസ് ഈക്വൽ ടു എം എ പ്ലസ് കെ എക്സ് പ്ലസ് സി വി. ഓർ ഫൈനലി എഫ് ഈസ് ഈക്വൽ ടു എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇതായിരിക്കും എക്സ്റ്റേണൽ ഫോഴ്സ്, അതിനുള്ള ഇക്വേഷൻ. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൂടി ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, അതും ഒന്ന് ക്ലോസ് വാച്ച് ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് വരുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റമാണ്, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് സ്വയം എഴുതാൻ നോക്കുക. ഇപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന ഡാറ്റാസ് എം ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഡാഷ് ബോർഡ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഫോഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഡാഷ് ബോർഡിൻ്റെ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓർ നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ മാസ് എം എ ഈസ് ഈക്വൽ ടു എഫ് മൈനസ് സി വി എന്ന് കിട്ടും. അതാണ് നമ്മളുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എഫ് മൈനസ് സി വി കിട്ടും. ഓർ എഫ് മൈനസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. നമ്മൾ ഇക്വേഷൻസ് റൈറ്റ് സൈഡിലേക്കെല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ വിൽ ബി എഫ് ഈസ് ഈക്വൽ ടു എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ ചോദിക്കുള്ളൂ. ഇപ്പം ഞാൻ വേറൊരു പ്രോബ്ലം എടുക്കുകയാണ്. Derive an equation that relates the input force F with the output displacement X for the following system. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിത്രം തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ മാസ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ടോട്ടലായിട്ട് എടുക്കുക. റൈറ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ക്യാപിറ്റൽ എഫ്. ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് സ്പ്രിങ് ഫോഴ്സ് ഉണ്ടാവും, ഡാമ്പർ ഫോഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ സെക്കൻഡ് സ്പ്രിങ് ഫോഴ്സ് ഉണ്ടാവും. അത് എഴുതി കഴിഞ്ഞാൽ net force applied on the mass is equal to F minus K1x minus CV minus K2x എന്നാണ് വരിക. അത് നമ്മൾ എഴുതുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഫ് മൈനസ് K1x മൈനസ് K2x മൈനസ് സി വി എന്നുള്ളത് ഡി എക്സ് ബൈ ഡി ടി ആയിട്ട് എഴുതി. ആൻഡ് എഫ് ഇസിക്കൽ ടു എം എ എന്നറിയാം. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് എന്നുള്ളത് എം എ എന്നറിയാം. അതിൻ്റെ അകത്ത് എഫിൻ്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്താൽ ഫൈനൽ ഇക്വേഷൻ വിൽ ബി F is equal to m d square x by dt square plus k1 plus k2 into x plus c into dx by dt എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ വരിക. അതേപോലെ നമുക്കൊരു ടോർഷണൽ ഇക്വേഷൻ കൂടി പറഞ്ഞിട്ട് നിർത്താം. ടോർഷണൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടോർഷണൽ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മൂവ്മെൻറ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. The torque applied will be net torque applied on the body will be I into d square theta by dt square plus c into d theta by dt plus k into theta. എങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന മാസ് കാരണമുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാരണമുള്ള ഇതിൻ്റെ അകത്ത് വരുന്ന ടോർക്കാണ് I into ആൽഫ. അതേപോലെ ഇവിടെ വരുന്നതാണ് k തീറ്റ. അതേപോലെ ഇതാണ് സി ഇൻറ്റു ഒമേഗ. ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് ഈ ഫൈനൽ ഇക്വേഷൻ. ഇത്രയാണ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.